ആ പെണ്ണിനെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലൊക്കെ ചെയ്യണം നീ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ലവ് വിൻ ചെയ്യാൻ പോവായിരുന്നു. ഒരൊറ്റ ഫോൺ കോളിൽ അതെല്ലാം തകർന്നു പോയി. എൻ്റെ മാംഗോ സേഫായിരിക്കണം, എനിക്കത് മാത്രം മതി. എന്താ ചെയ്യേണ്ടത് പറഞ്ഞോളൂ. നിങ്ങൾ എവിടെയുണ്ട്? ഞാൻ എന്തും ചെയ്യാം. നിങ്ങൾ ആരാണ്? എന്തിനാ അവളെ കൊല്ലുന്നത്? പറയാം എല്ലാം ഞാൻ പറയാം. ആഹാ, നീ ചെഗുവേരയുടെ ഫാനാ? എൻ്റെ ഫേസ്ബുക്ക് പേജ് കണ്ടുല്ലേ? അതിനാ ഫ്രണ്ട്സ് ലിസ്റ്റില് ഞാനില്ലല്ലോ. എവിടെയാണോ നീ? ദൈവം തമ്പുരാൻ എവിടെയാണെന്നുള്ളതിന് സംശയം ഒരിക്കലും വരരുത്. അൻവർ ഭഗവാനുണ്ടല്ലോ, അവൻ എല്ലായിടത്തുമുണ്ട്. നീ എന്റെ ടീം, ഞാൻ ക്യാപ്റ്റൻ, നീ ഒരു പ്ലെയർ. നീ കളിക്കുന്നവൻ, ഞാൻ നിന്നെ കളിപ്പിക്കുന്നവൻ. നീ ഒരു ബോള്, ഞാൻ അത് അടിക്കുന്ന കാല്. ഗെയിം റൂൾസ് കേട്ടോ. റൂൾ നമ്പർ 1, ആ പെണ്ണ് ഓട്ടോയിൽ നിന്ന് ഇറങ്ങരുത്, ഇറങ്ങിയാൽ കൊന്നിരിക്കും. റൂൾ നമ്പർ 2, നീ ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി, അല്ലെങ്കിൽ എന്റെ കൈകൊണ്ടായിരിക്കും അവളുടെ മരണം. റൂൾ നമ്പർ 3, അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ബ്രോ. നിനക്ക് തരുന്ന ജോലി നീ കറക്റ്റായിട്ട് ചെയ്താൽ ഈ ഫോൺ കട്ട് ചെയ്യാം, നിന്നെ വെറുതെ വിടാം. അപ്പൊ എന്റെ ശമ്പളം? ശമ്പളമോ? റൂൾ നമ്പർ 4, ഇനിമേൽ നീ എന്നോട് ജോക്സ് അടിക്കാൻ നിൽക്കരുത്. രാവിലെ 10 മണിക്കാണ് ആക്സിഡന്റ് നടന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഒരു വെഹിക്കിളും ഇതുവരെ ക്ലിയർ ചെയ്തിട്ടില്ല. നമുക്കിവിടെ ഒരാളുണ്ട്, ഇദ്ദേഹത്തോട് ചോദിക്കാം. ഇതേക്കുറിച്ച് നിങ്ങളുടെ ഫീലിംഗ്സ് എന്താണ്? സർ ലൈവാ? ലതാ, ഞാൻ വെജിറ്റബിൾ വാങ്ങിയിട്ടുണ്ട്, പിന്നെ നിന്റെ അമ്മയ്ക്ക് ഒരു സാരിയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ നീ പറഞ്ഞ നൈറ്റിയും കിട്ടിയിട്ടുണ്ട്. ഫൈൻ. ഈ നൈറ്റ് കൊള്ളാലോ. ഇത് എത്ര രൂപ? ഇത് 400 രൂപ സർ. നല്ല സൂപ്പർ നൈറ്റിയാ. നിങ്ങൾ ഇത് കണ്ടോ? നല്ലൊരു ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു നൈറ്റ് വാങ്ങി. ഇനി പ്രേക്ഷകരോട് ഒരു ചോദ്യമാണ്, ഈ നൈറ്റ് ഇനി എപ്പോ വീട്ടിലെത്തും? ഒരു ലോ ആംഗിൾ എടുക്കട്ടെ? അല്ല ബ്രദറെ, ഈ വയറുകൾ അഴിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഒരുത്തൻ ഫോൺ ചെയ്ത് അവൻ പറയുന്ന പോലെ ഞാൻ ചെയ്തില്ലെങ്കിൽ ആ ഓട്ടോയിലിരിക്കുന്ന പെണ്ണിനെ അവൻ കൊല്ലുമെന്ന് പറഞ്ഞു. ഉഗ്ര തമാശയാണോ? ഇല്ലമ്മ, കറന്റ് ഷോക്കാ. പാവം പ്രാവ്. അച്ഛൻ വീട്ടിലെത്തിയോ? ഇല്ല മോളെ, നല്ല ബിസിയാണെന്നാ തോന്നേ. അച്ഛനോട് പറഞ്ഞായിരുന്നോ? നിന്റെ കല്യാണ ചെറുക്കനെ കുറിച്ചാ അതോ നിന്റെ ആ ലവ് സ്റ്റോറിയെ കുറിച്ചാ? ലവ് സ്റ്റോറി എന്താ? അമ്മേ, ഹലോ അമ്മേ, ഓവർ ആക്ടിങ് വേണ്ട കേട്ടോ. ആ പയ്യനെ ജസ്റ്റ് ഇന്ന് കണ്ടിട്ടേ ഉള്ളൂ. പെണ്ണ് കാണലിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി, ജസ്റ്റ് അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ക്ലോസ് ആയെന്ന് ആക്ട് ചെയ്തതാ. ഞാൻ നിന്റെ അമ്മയാ. മോറോവർ ഞങ്ങളുടേതും ലവ് മാരേജ് തന്നെയായിരുന്നു. അതൊക്കെ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഒളിച്ചു പോയി കല്യാണം കഴിച്ചത്. ബട്ട് അമ്മ പ്ലീസ്, ഞാൻ സത്യം പറഞ്ഞത്. ആ പയ്യനെ ഇവിടെ വെച്ച് ജസ്റ്റ് പരിചയപ്പെട്ടതാ. നിന്നെ എനിക്ക് 21 ഇയേഴ്സ് ആയിട്ട് പരിചയമുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീ ആ പയ്യനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ട്. ശരി, അമ്മമ്മ ഇപ്പോഴും ഉണ്ടോ അതോ ചത്തുപോയോ? രാവിലെ മുതൽ ബാഹുബലി സിനിമ 4 തവണ കണ്ടിട്ടിരിക്കുക. ഇതുവരെ നിങ്ങളൊരു ദംസപ്പ് പോലും സിപ്പ് ചെയ്തില്ലല്ലോ. ഒരു ബിസ്ക്കറ്റെങ്കിലും കഴിക്കും മാഡം. ഞാൻ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ കമ്പും കൊള്ളിയൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വടികൾ എടുക്കാൻ എനിക്ക് വട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ കട്ടപ്പ? ചിതയൊരുക്കുകയാണ് ഞാൻ. ചിത. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ച വളർത്തിയത്. See ma'am, Archimedes' principle indicates that the upper buoyant force that is exerted on a body immersed in a fluid, whether fully or partially submerged, is equal to the weight of fluid that the body displaces. This is the law of physics. ഇതൊക്കെ എന്തിനാടാ? നിങ്ങളെ ദഹിപ്പിക്കാൻ ഈ പെറുക്കി വെച്ച ചുള്ളികളൊക്കെ പോരാതെ വരും. അതിന് ചിത ഒരുക്കണം, ചിത. നിങ്ങൾ മരിക്കാൻ ഒരുങ്ങിക്കോ, ഞാൻ ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് വരാം. നീ അങ്ങനെ ഒരുപാട് ഓവർ ആക്ഷൻ ഒന്നും കാണിക്കണ്ട. പറയുന്നതങ്ങ് കേട്ടാ മതി. എടി, എനിക്കൊരു ഇമ്പോർട്ടന്റ് വിഷയം പറയണം, ശ്രദ്ധിച്ചു കേട്ടോ. എന്താ അമ്മ? ആ ചെറുക്കൻ നന്നായിട്ടുണ്ടെടി.
എൻ്റെ മാംഗോയ്ക്ക് വേണ്ടി അവൻ പറഞ്ഞതെല്ലാം ഞാൻ കണ്ണുടച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഹലോ എടി ക്യാൻസൽ ആയത് അറിഞ്ഞില്ലേ? അതല്ലടി, റോഡിലുള്ള റോമിയോ ഹോസ്റ്റലിൽ വെച്ച് ടിവിയിൽ ഞങ്ങൾ കണ്ടു. എടി, ഹഗ്ഗിംഗ് സീൻ അടിപൊളിയായിട്ടുണ്ട്. ഏ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. അവൻ ആരാന്ന് നിനക്കറിയോ? ഈ അവനാരാ? വേറെ ആര്? റോഡിൽ റൊമാൻസ് നടത്തിയവനെ അറിയില്ല നിനക്ക്? പണ്ട് ഫ്ലാഗ് നിന്ന് ഐ ലവ് യു ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞ് നിന്റെ പുറകെ നടന്നില്ലേ? അവനാ ഫ്ലാഗ് ബോയ്, നിന്റെ ചൈൽഡ്ഹുഡ് വില്ലൻ. നിങ്ങൾ ഇതെങ്ങനെ അറിഞ്ഞു? എന്റെ ഫേസ്ബുക്ക് ഐ ഡി അവൻ എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ നിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. അറ്റ്ലീസ്റ്റ് നിന്റെ ഫോട്ടോ എങ്കിലും തരുമോന്ന് ചോദിച്ചു മെസ്സേജ് അയക്കായിരുന്നു. അവൻ നിന്നെ കണ്ടിട്ടില്ല. ഞാൻ ഫ്രണ്ട് ലിസ്റ്റ് ഹൈഡ് ചെയ്തിരിക്കുക. ഓ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ എനിക്കും തോന്നിയിരുന്നടി മോളെ. അത് സത്യമല്ലേ? ഏയ്, എന്താണ് ഇങ്ങനെ റിയാക്ഷൻ? കൊച്ചിലുള്ള ലവറിനെ തിരിച്ചു കിട്ടിയ പോലെ. ഇപ്പൊ നിനക്ക് അവനോട് കോപമില്ലേ? അത് പിന്നെ അങ്ങനെയൊന്നും എനിക്ക് ആക്ച്വലി ആ ദിവസം മാംഗോ, ഇങ്ങനൊരു സിറ്റുവേഷൻ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. നീ ഇല്ലാതൊരു ജീവിതം വേണ്ട മാംഗോ. ഭഗവാനെ, നീ ഇത് കാണുന്നില്ലേ? തമിഴ് സിനിമയിലെ ഹീറോയെ പോലെ നന്നായി ഓവർ ആക്ട് ചെയ്തു. പാവം, അവൻ നല്ലവനാ. അവന്റെ ചേട്ടൻ അവനെ എല്ലാം നശിപ്പിച്ചത്. എന്താടി അങ്ങനെ ഒരു ടെസ്റ്റ്? എന്താടി അവൻ നിന്നെ തിരിച്ചറിഞ്ഞോ? എനിക്കറിയില്ല. ഇവിടെ നിന്ന് കുറച്ചു നേരം നോക്കിക്കൊണ്ട് നിന്നു. എന്നാൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്. ഇടയ്ക്ക് നമ്പർ തരാൻ വരെ അവൻ ശ്രമിച്ചിരുന്നു. ഇപ്പൊ എന്തെടുക്കാണോ? ഐ തിങ്ക് എന്നെ ഫേസ് ചെയ്യാൻ അവന് നല്ല ബുദ്ധിമുട്ട് കാണും. അങ്ങനെയാണെങ്കിൽ നീ ഒരു ലവ് ടെസ്റ്റ് ചെയ്യ്. പ്രൊസീഡ് ചെയ്യിപ്പിന് അങ്ങോട്ട്. ലവ് ടെസ്റ്റോ? ഓട്ടോയിൽ നിന്ന് നീ ഇറങ്ങി പോന്ന് പറയ്. അവൻ നിന്നെ തടയുകയാണെങ്കിൽ അവന് നിന്നോട് ഇഷ്ടമാണെന്ന് അർത്ഥം. നിന്നോട് സംസാരിച്ചു കഴിഞ്ഞ് കൺഫ്യൂസ്ഡ് ആയി വെപ്രാളപ്പെട്ടാൽ നിന്നോട് ഇഷ്ടമാണെന്ന് ഫിക്സ് ചെയ്യാം. നോ നോ നോ, വെയിറ്റ്. ഐ ഹാവ് ടു തിങ്ക്. ഞാൻ പിന്നെ വിളിക്കാം. Traffic news live on the Drive. ഓ ഗോഡ്, ഇത്രയും നേരമായിട്ടും ട്രാഫിക് ജാം അതേപടി തുടരുക. മണിക്കൂറുകളായിട്ട് ഇത് തന്നെ അവസ്ഥ. പ്ലീസ് സർ, ട്രാഫിക് പോലീസ് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. നിരവധി ആളുകൾ അവിടെ സ്റ്റക്കപ്പായി കിടക്കുക. നിങ്ങളൊന്ന് വേഗം റെസ്പോണ്ട് ചെയ്ത് ട്രാഫിക് ഒന്ന് ക്ലിയർ ചെയ്യൂ. അതെല്ലാവർക്കും വലിയ ആശ്വാസമായിരിക്കും. റേഡിയോ മിർച്ചി 98.3 FM സംഗതി ഹോട്ടാണ്. ഹലോ, കേൾക്കാമോ? നെക്സ്റ്റ് എന്താ? കേൾക്കുന്നുണ്ടടാ. നീ ആ ഡിവൈഡർ ക്രോസ് ചെയ്യും. ഹലോ, എന്താ ബൈ, തട്ടിയിട്ടങ്ങ് പോവാണോ? പുതിയ കാറാ ഇത്. ഡോക്ടർ ആനന്ദ, വെറ്റിനറി ഡോക്ടറാ, ഫ്രം പത്മനഗർ. സോറി. നിന്റെ ഒരു സോറി പറച്ചില് ബ്രിട്ടീഷുകാർ പോകുന്നതിന് മുമ്പ് പഠിപ്പിച്ചൊരു വാക്കായത്. വഴക്കിട്ടാലും അടിയുണ്ടാക്കിയാലും കുത്തിക്കൊന്നാലും ഒരു സോറി. ഞാൻ വീട്ടിൽ ചെന്ന് ആഹാരം ചോദിച്ചാൽ ഭാര്യയും പറയും സോറി. കേവലം ഈ സോറി എന്നൊരു വാക്കുകൊണ്ട് എനിക്ക് കുട്ടികളുണ്ടാകുന്നത് അറിയോ നിനക്ക്? പോടാന്നാ. ആ രണ്ടാമത്തെ വയർ ഡിസ്കണക്ട് ആയാൽ ടോഗിൾ സ്വിച്ച് ഓഫായി പവർ സപ്ലൈ നിന്ന് പോകും. സോ സൂക്ഷിച്ച് കണക്ട് ചെയ്യും. ഇതെന്താ ഈ ചെയ്യുന്നേ? ഹലോ, എന്തിനാ ഈ വയറിലൊക്കെ പിടിച്ച് വലിക്കുന്നത്? ഡോണ്ട് ടച്ച് ദ വയേഴ്സ്. ഞാൻ ഡോക്ടർ ആനന്ദ, വെറ്റിനറി ഡോക്ടർ ഫ്രം പട്നാനഗർ. സ്റ്റോപ്പ് ഇറ്റ്, ഐ വിൽ കോൾ ദ പോലീസ്. ഫോൺ അവന്റെ കയ്യിലേക്ക് കൊടുക്ക്. എനിക്കെന്തിനാ? ബ്ലൂടൂത്ത് മ്യൂസിക് കേൾക്കാനാണോ? ചേട്ടൻ ലൈനിലുണ്ട്, സംസാരിക്കാം. ചേട്ടൻ ലൈനിലുണ്ടാവും, അനിയൻ ജയിലിലുണ്ടാവും. ഡോക്ടർ ആനന്ദ, വെറ്റിനറി ഡോക്ടർ ഫ്രം പട്നാനഗർ. ആ, എന്താ പറഞ്ഞോ? ആരാടാ നീ? എടാ ബേവക്കൂഫ്, പാഗൽ തേരി. കഴിഞ്ഞോ? എടേ, നിനക്കൊരു ബ്രേക്ക് ന്യൂസ് അറിയണോ? എനിക്ക് ഹിന്ദി ഒരു പിണ്ണാക്കും അറിയില്ല. ഞാൻ മലയാളത്തിൽ തുടങ്ങാണേ. നിന്റെ ഒക്കെ ഒരു കാര്യം ഏയ്, എങ്ങനെ ഉണ്ടായിരുന്നേ അക്ഷരശുദ്ധിയുള്ള മലയാളത്തിന്റെ എരിവും പുളിയൊക്കെ? വളരെ നന്നായിട്ടുണ്ട്. പ്രപഞ്ച ഭാഷകളില് ഉത്കൃഷ്ടമായ ഭാഷയാണ്. ഇതെന്താ കോമഡിയാ? ഇത് കേൾക്കുമ്പോ സംഗീതം കേൾക്കുന്ന പോലെയാണ് എനിക്ക്.
ഓരോ ദിവസവും അരമണിക്കൂറെങ്കിലും മലയാളം തെറി എനിക്ക് കേട്ടില്ലെങ്കിൽ ക്യാൻസർ വരുന്ന ഫീലാ എനിക്ക് നിന്നെ ഇഷ്ടമായി. നീ എന്താ ഉമ്മ വെച്ച് കളിക്കാ? ലെറ്റ് us കോംപ്രമൈസ്, ലെറ്റ് us ബി ഫ്രണ്ട്സ്. ഞാൻ നിനക്ക് എന്റെ അഡ്രസ് പറഞ്ഞു തരാം. വാ, ചിക്കൻ ബിരിയാണി തരാം. വാ. നോ, ഐ എം വെറ്റിനറി ഡോക്ടർ ഫ്രം പത്മനഗർ. ഞാൻ അനിമൽസിനെ സ്നേഹിക്കുന്നവൻ, അവയെ കഴിക്കാറില്ല. നീ കഴിക്കണം. ഡേയ്, ഉപദേശം നീ നിന്റെ അനിയനോട് നടത്തിയാ മതി, എന്നോട് ഇറക്കല്ലേ. ഡേയ്, ഞാൻ ആക്ച്വലി BP ആടാ. BP എന്ന് പറഞ്ഞ ബാഹുബലിയുടെ പ്രൊഡ്യൂസറാ. ബെസ്റ്റ് പേഴ്സൺ. എന്നോട് എതിർത്താൽ BP. ഭയങ്കരനായ പേഴ്സൺ. നീ BP ആണെങ്കിൽ ഞാൻ VP. വെരി പവർഫുൾ. ചിക്കന്റെ കാര്യത്തിലും VP-യാ. വെരി പർട്ടിക്കുലർ. കേട്ടോടാ? നീ ചിക്കൻ ബിരിയാണി കഴിച്ചില്ലെങ്കിൽ എന്റെ അനിയൻ നിന്നെ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യും. ചിക്കൻ ബിരിയാണി കഴിച്ചില്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നോ? ഒരു ചിക്കൻ ബിരിയാണിക്കാ? നോക്കട്ടെ. ഗണ്ണെവിടാ? ഗണ്ണില്ലല്ലോ. ഗണ്ണ് ഞാൻ അറേഞ്ച് ചെയ്യും. നീ ചിക്കൻ ബിരിയാണി കഴിക്കാമെന്ന് സമ്മതിച്ചില്ലെങ്കിൽ 10 മിനിറ്റിനകം ഈ ഫ്ലൈ ഓവറിൽ നടക്കാൻ പോകുന്ന ആപത്തിന് കാരണക്കാരൻ നീ ആയിരിക്കും. നീ TV9 ലൈവ് ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്ത് കത്തിയോണ്ട് കുത്തി ബോംബോണ്ട് ക്രഷ് ചെയ്യുന്നു. ഇത് ഡോക്ടർ ആനന്ദ, വെറ്റിനറി ഡോക്ടർ ഫ്രം പത്മനഗർ. ബാക്കി നീ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി. തനിക്ക് മാറ്റർ അറിയാത്തോണ്ട്. എന്താടാ? എന്ത് മാറ്ററാടാ? അവനും അവന്റെ ഒരു ചേട്ടനും ചിക്കൻ ബിരിയാണി കഴിച്ചില്ല ഈ മനുഷ്യനെ കൊല്ലുന്നു. ഞാൻ അവൻ എന്താടാ പറയുന്നത്? കൊന്നുകളയെന്ന് പറഞ്ഞേക്ക്. ബൈ ദ വേ, ആ ലെഫ്റ്റ് സൈഡിലെ ഡിവൈഡറിൽ ഒരു ക്രോസ് മാർക്ക് ഉണ്ട്. അവിടെ ഗണ്ണിരിപ്പുണ്ട്. ആവശ്യമെങ്കിൽ അത് എടുത്തു. ഹലോ. ഒരു പ്രാവശ്യം നീ തോറ്റു. ഇത് നിന്റെ ലാസ്റ്റ് ചാൻസാ. അത് കയം കാരണം ഇത്തവണ മിസ്സാവില്ല. നിനക്ക് 12 മണി വരെ സമയമുണ്ട്. 12 മണിക്ക് മുമ്പ് തന്നെ സംഭവിച്ചിരിക്കും അത്. അമ്മേ, ഞാൻ ട്രാഫിക് ജാമിൽ പെട്ടിരിക്കുക. അച്ഛനിപ്പോൾ വിളിച്ചായിരുന്നു. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ശരി എന്നാ. ലവ് ടെസ്റ്റ്. എനിക്ക് പോണെന്ന് പറഞ്ഞ അവൻ തടയോ? തടഞ്ഞില്ലെങ്കിൽ നോക്കല്ലേ. ഓട്ടോയിൽ നിന്ന് അവൾ പുറത്തിറങ്ങി. വെളിയിൽ പോകാൻ സമ്മതിക്കരുത്. ബ്ലോക്ക് ചെയ്യവളെ. നിന്നേ. എവിടെ നിക്കാൻ? ഹലോ, എക്സ്ക്യൂസ് മീ. പ്ലീസ് ഓട്ടോയിലേക്ക് കയറ. ഞാൻ കുറെ നേരമായി ഇവിടെ ഇരിക്കുകയാണ്. ദാഹിക്കുന്നുണ്ട് എനിക്ക്. ഞാനിപ്പോ വാട്ടർ കൊണ്ടുവരാം. അത് ഈ ടൈമില് ഞാൻ ജ്യൂസാ കുടിക്കാറ്. ജ്യൂസ്? 1 മിനിറ്റ്. ജ്യൂസ് ജ്യൂസ് ഓട്ടോയിലിരുന്ന് കുടിക്കണമെങ്കിൽ ഞാനിപ്പോ വരാം. അത് ജ്യൂസ് അല്ല. പിന്നെ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. ദേ കളഞ്ഞു. പ്രോമിസ്, ഇനി ഞാൻ സ്മോക്ക് ചെയ്യില്ല. പോവാണെന്ന് മാത്രം പറയരുത് പ്ലീസ്. സിഗരറ്റിനെ കുറിച്ചും അല്ല. അത് എന്റെ ഷൂ
ടൈറ്റായിട്ട് വല്ലാതെ വേദനിക്കുന്നു. പുതിയ ഷൂ ആയതുകൊണ്ടാ. ഒരു മിനിറ്റ്. ഓട്ടോയിൽ പോയിരിക്കും. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പോഴല്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ. അതെല്ലാം ഓക്കെ. എനിക്ക് വീട്ടിൽ പോയി കുറച്ച് ജോലിയുണ്ട്. ഞാൻ പോട്ടെ. ഒന്ന് മനസ്സിലാക്ക്. ഒന്ന് റിക്വസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഓർഡർ ആയിട്ടോ എടുത്തോളൂ. നിങ്ങൾ ഇവിടെ ഇരിക്കണം. നിങ്ങൾ ഈ ഓട്ടോ നിന്ന് ഇറങ്ങരുത്. ഇറ്റ്സ് മൈ ഓർഡർ. കാലത്ത് മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ഇനി ആ ഓട്ടോയിൽ കയറുമോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കൂ. ക്യാ ഹുവാ തേരെ വാദം? ആ പെണ്ണ് ആ ഓട്ടോയിൽ ഇരിക്കുകയോ ഇല്ലയോ? പെണ്ണ് ഓട്ടോയിൽ ഇരിക്കില്ല. എന്റെ വക 10. 10? അയ്യോ, എന്റെ കയ്യിൽ കാശില്ല. കാർഡ്സ് ആണ് അത്രേ ഉള്ളോ? നിങ്ങൾ സ്വൈപ്പ് ചെയ്യുന്നേ. ഹലോ ശങ്കർ, ഞാനിവിടെ ഓട്ടോയിൽ കയറി ഇരിക്കോ ഡാർലിംഗ്? ഇല്ല ബേബി, അവൾ ഇരിക്കും ഡാർലിംഗ്. മോളെ, ആ പെണ്ണ് അതേലിരിക്കോ? അവളിരിക്കും തോന്നല്ലട്ടാ. അവളിരിക്കൂല. സത്യഭാമ, നിന്നോട് ഓർഡർ ചെയ്യുന്നത് ഇഷ്ടമല്ലല്ലോ. എന്നാൽ ഒരു പുരുഷൻ നിന്നോട് ഓർഡർ ചെയ്തിരിക്കുക. നിൽക്കരുത്. നിന്റെ വാക്കവൾ അനുസരിച്ചു. ഓട്ടോയിൽ കയറി ഇരുന്നു. ഐ തിങ്ക് ഷീ ലൈക്സ് യു ബോയ്. ഗേൾ ഫ്രണ്ട്സ് പറഞ്ഞാൽ കേൾക്കുന്നവരാ. ഭാര്യമാരങ്ങനെയല്ല. അവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നതല്ല. നടക്കാനേ ഒത്തിരി ദൂരം ഉണ്ട്. അതാ എനിക്ക് കാല് നോവുന്നുണ്ട്. 2 കാലും നോവുന്നുണ്ട്. ഇതെന്താ അവന്റെ ഫോൺ അത്രയ്ക്ക് ബിസിയോ? ലൈനിൽ കിട്ടിയാൽ വീട്ടിലേക്ക് വരാൻ പറയൂ. എനിക്ക് പൂജയ്ക്ക് നേരമായി. ബൈ, ഷേവിംഗ് കഴിഞ്ഞിട്ട് ചോറെടുക്കുന്നല്ലോ. ഞാൻ ബോൾ വെച്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോ നിങ്ങളതെടുത്ത് തുപ്പിക്കളഞ്ഞോണ്ടല്ലേ? എടാ നോക്ക്, എവിടെയെങ്കിലും മുറിഞ്ഞുണ്ടോ നോക്കിയേ. ഒരു നിമിഷം. സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുനെ പോലെ എന്റെ സ്കിന്ന് സെൻസിറ്റീവാ. ഇല്ല, മുറിവൊന്നുമില്ല. എന്താടാ ഇത്? മുഖത്ത് പഞ്ചറുണ്ടോ നോക്കിയതാ. ഇതിനു മുമ്പ് നിനക്ക് എന്തായിരുന്നു ജോലി? പഞ്ചറൊട്ടിക്കലാ. അലമ്പുണ്ടാക്കാതെ ഇറങ്ങി പോയടാ. തുറച്ചോ. നിങ്ങൾ എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു. ഇനി എനിക്ക് വെളിയിൽ പോവാലോ. എവിടെ വെളിയിൽ പോവാനാടാ? ശ്മശാനത്തിലേക്കാണോ? നിങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ ചെയ്തില്ലേ? എന്നെ കളിപ്പിക്കാൻ നോക്കരുത്. നീ അൻവറിനെ ചീറ്റ് ചെയ്യാൻ നോക്കുന്നോ? ഞാൻ എന്ത് ചീറ്റ് ചെയ്തു? ഞാൻ പറഞ്ഞതെന്താ, നീ ചെയ്യുന്നതെന്താ? ഞാൻ പറഞ്ഞ പണി മാത്രം ചെയ്താൽ മതി. നീ എന്തിനാ നീ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാ? നീ എന്ത് ചെയ്തെന്നു? റൂൾ നമ്പർ 1 എന്താ? പെണ്ണ് ആട്ടോയിൽ നിന്ന് പുറത്തിറങ്ങരുത്. റൂൾ നമ്പർ 2 ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി എന്നല്ലേ? പിന്നെ എക്സ്ട്രാ എന്തിനാ? അതിന് ഞാൻ എന്താ ചെയ്തേ? ഡേഞ്ചറിന്റെ സ്പെല്ലിംഗ് എന്താ പൊന്നുമോനെ? ഡേഞ്ചർ സ്പെല്ലിങ് DANJER എന്നല്ല, GER. സിറ്റുവേഷൻ ഇൻ ഡേഞ്ചർ, നീഡ് പോലീസ് ഹെൽപ്പ്. പോലീസ് ഹെൽപ്പ് വേണം നിനക്കില്ലേ? പോലീസ് ഹെൽപ്പ്. ഞാൻ പോലീസിന് കൊടുത്ത സ്ലിപ്പ് ഇപ്പോൾ അവൻ്റെ കയ്യിലാണ്. ഇതിൽ പോലീസും ഇൻവോൾവ് ആണെങ്കിൽ ദിസ് ഇസ് നോട്ട് എ സ്മോൾ ഗെയിം. Should I shoot her? ബേവക്കൂ. വേണ്ട, ഒന്നും ചെയ്യരുത്. Sorry. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. Sorry. റാസ്കൽ, ഇതുവരെ നിന്റെ ഗേൾ ഫ്രണ്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്തെന്നറിയോ? നീ കണക്ട് ചെയ്തത് ബ്ലൂ 82 ബോംബിനേക്കാൾ മാരകമായ ഒന്നിനെയാണ്. അതുപോലുള്ള 3 ബോംബുകളാണ് നീ കണക്ട് ചെയ്തത്. അതിന്റെ റിമോട്ട് എന്റെ കയ്യിലുണ്ട്. ഞാനൊന്ന് ബട്ടൺ അമർത്തിയാൽ
ഫ്ലൈ ഓവർ സർക്കിളിലുള്ള ഇലക്ട്രിക് സർക്യൂട്ടിന്റെ ഹൈ ടെൻഷൻ വയർ കണക്ട് ചെയ്തത് നീ തന്നെയാണ്.